അപ്പൻ എന്ന സിനിമയ്ക്ക് ശേഷം മജു എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് പെരുമാനി. സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസായി. എന്താ ഒരു സർക്കാസ്റ്റിക് കോമഡി ആ ഒരു ജോണറാണ്. കുഞ്ഞിരാമായണം മോഡൽ സിനിമ. അങ്ങനെയാണ് ഈ സിനിമ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാകാൻ വേണ്ടി പറയാൻ തോന്നുന്നത്. പിന്നീട് അതിന് കുഞ്ഞിരാമായണത്തിന് ശേഷം ഒരുപാട് സിനിമകൾ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കുഞ്ഞിരാമായണത്തിന് തട്ട് താണെന്ന് ഇരിക്കും. അതുകൊണ്ടാണ് അതായിട്ട് പറയുന്നത്. 2 മണിക്കൂർ 17 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ സ്വല്പം കൂടുതലാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ടൈം എടുത്താണ് സിനിമ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് തീരെ വർക്കായില്ല. 1-2 കോമഡികൾ അവിടെ ഇവിടെ ആയിട്ട് മാത്രമാണ് രസം തോന്നിയത്. ബാക്കിയൊക്കെ ഈ 1 മണിക്കൂർ കംപ്ലീറ്റ് ഒരു ഇതുമില്ലാതെ ചുമ്മാ ഒരു വികാരം ഇല്ലാതെ ഇരിക്കുന്ന ഒരു ഫീലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് കൂടുതലും ഉള്ളത് സെക്കൻഡ് ഹാഫാണ്. 1.25 മണിക്കൂർ എടുത്തുകൊണ്ട് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അവർ ആ ടൈം എടുത്ത ആ നാടും പെരുമാനി എന്ന് പറയുന്ന സ്ഥലവും പിന്നെ ക്യാരക്ടേഴ്സിനും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു 1.5 പരിപാടിയാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 30 മിനിറ്റ് സൂപ്പറായിരുന്നു. സ്ക്രീൻ പ്ലേ ഒക്കെ ഉഗ്രനായിരുന്നു. ആ ഭാഗങ്ങളിൽ കോമഡിയൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, ലുക്മാൻ ഇവരാണ് നമുക്ക് ഭയങ്കര സുപരിചിതമായിട്ടുള്ള ആൾക്കാരും 3 പേര്. പിന്നെ നവാസ് വള്ളിക്കുന്നും ഉണ്ട്. ഇവർ മാത്രമല്ല, പക്ഷേ ആ ഒരു നാട്ടിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൻ്റെ സംവിധായകൻ ഏതൊരു ഇൻ്റർവ്യൂവിൽ ഇതൊരു വെബ് സീരീസ് ആയിട്ട് പ്ലാൻ ചെയ്തതെന്ന് കേട്ടായിരുന്നു. വേണം അങ്ങനെയൊക്കെ പറ്റും. പേരല്ലൂരിൻ്റെ ഒക്കെ മറ്റൊരു വെർഷനായിട്ടൊക്കെ വേണം ഇറക്കിയത്. നല്ല രസമാണ്. ഇനിയും വേണമല്ലോ അങ്ങനെ ചെയ്യാം ഈ നാടിനെ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം അടിപൊളിയായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ ഈ ചിലരൊക്കെ കാണുമ്പോൾ ഇതെന്താണ് ഇത്ര ഇവർ ഓവറാണല്ലോ, ആ കോമഡി ഒന്നും വർക്കും ആവുന്നില്ല. പക്ഷേ ഇവരുടെ ക്യാരക്ടർ നമുക്ക് അത്രയും ടൈം അവർ ഫസ്റ്റ് ഹാഫിൽ എടുക്കുന്നുണ്ട്. അത് നമുക്ക് കിട്ടി സെക്കൻഡ് ഹാഫിൽ ഇവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അടിപൊളിയാണ്. അവസാനത്തെ ഒരു 30 മിനിറ്റ് ഒരു കല്യാണ വീടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൺഫ്യൂഷൻ പരിപാടികൾ അങ്ങനെ വരുന്ന കോമഡിയാണ്. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫ് തീരെ വർക്കായിട്ടില്ല. ഒരു ആവറേജിൽ അതിലും താഴെ നിൽക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫായിട്ടാണ് തോന്നിയത്. പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ട് വർക്കായി, എസ്പെഷ്യലി ലാസ്റ്റ് 30 മിനിറ്റ്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വിനയ് ഫോർട്ടും ലുക്മാനും അടിപൊളിയായിരുന്നു. 2 പേരും. വിനയ് ഫോർട്ടിൻ്റെ ആ ഒരു ക്യാരക്ടറാണ് കൂടുതൽ കോമഡി കൊണ്ടുവരുന്നത്. ലുക്മാൻ സ്ഥിരം ചെയ്തിട്ടുള്ളത് ആണെങ്കിൽ പോലും വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. സണ്ണി വെയിന് കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ളതെന്ന് തോന്നിയില്ല. ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി പെർഫോമറാണെന്ന് നമുക്കറിയാം. പക്ഷേ അപ്പനിലെ പോലൊന്നും അല്ല. സണ്ണി വെയിൻ അവിടെ ചുമ്മാ വന്ന് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. പക്ഷേ പെർഫോമൻസിലൂടെ അങ്ങനെ കാര്യമായിട്ടൊന്നും കൊടുക്കാനില്ലായിരുന്നു. ബാക്കി എല്ലാവരും ഞാൻ പറയില്ല, ഇതിൽ വരുന്ന പെണ്ണുങ്ങളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയാലും പിന്നെ അതുപോലെ തന്നെ നാട്ടിലെ ആൾക്കാരായാലും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം ഒരു ചെറിയ ട്വിസ്റ്റും ഒക്കെ അതും രസമായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആണല്ലോ നമ്മളെ ഓഡിയൻസിന് കൂടുതൽ കഴിഞ്ഞിറങ്ങുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ ഇത് കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫ് നന്നായാൽ നമുക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് താഴെ പോയാലും കുഴപ്പമില്ല. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഫീലാണ് കിട്ടിയത്. എനിക്ക് പേഴ്സണലി സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്.